കുടുംബസമേതം ഞങ്ങൾ 4 പേരും എങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത മലനട അമ്പലത്തിൽ അന്നദാനം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പോയി കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പം ഞാനും അച്ഛനും ഏട്ടനും അമ്മയും കൂടെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ചെന്ന സമയം ഒരു 1:30 കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ക്യൂ ഒക്കെ നന്നേ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഒരു നീണ്ട കാത്തുകൽപ്പാണ് നമുക്ക് ഫുഡ് കിട്ടുന്നവരെയുള്ള. ക്യൂവിൽ കുറേ നേരം കാത്തു നിന്ന് നമ്മുടെ കയ്യിലോട്ട് പ്ലേറ്റ് കിട്ടുന്ന ഒരു നിമിഷമുണ്ട്. എന്തൊരു സന്തോഷമായിരിക്കും. കാരണം ആ പ്ലേറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കല്ലേ അടുത്ത ഫുഡ് കിട്ടുന്നത്. അപ്പം എന്താ ഇതൊക്കെ എൻ്റെ ട്യൂഷൻ പിള്ളേരാണ് കേട്ടോ. ആ മോളൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരാണ്. അവരൊക്കെയാണ് അവിടുന്ന് പ്ലേറ്റൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അച്ഛൻ അവരോട് ചോറ് കഴിക്കും എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ എല്ലാവരും നമുക്കറിയാവുന്നവരൊക്കെയാണ്. നമുക്ക് എക്സ്ട്രാ പച്ചടിയും കിച്ചടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മിക്കവരെയും നമുക്കറിയാവുന്നവരാണ് കേട്ടോ. അച്ചാറുണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു, അവിയലും ചോറും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പായസത്തിൻ്റെ പാത്രം കണ്ടു ഗൈസ്. അത് കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് വെർമസലിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി ഇനി ഒരു സീറ്റ് ഒപ്പിക്കാനുള്ള പോക്കാണ്. കാരണം നല്ല തിരക്കായിരുന്നു ആ സമയത്ത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അമ്മയെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ചായി ഇറങ്ങിയതെങ്കിലും അമ്മയ്ക്ക് ഇതാ നേരത്തെ ചോറ് കിട്ടി. അമ്മ ഇനി രസം വാങ്ങാനുള്ള പോക്കാണ് കേട്ടോ. അങ്ങനെ ചോറുമായിട്ട് ഞാനും അച്ഛനും ഒരിടത്ത് സീറ്റ് ഒപ്പിച്ചു. ഏട്ടൻ അവിടെ പോയെന്നോലും കണ്ടില്ല കേട്ടോ. പിന്നെ അതിൽ ഫുഡ് കെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഏട്ടനെയൊക്കെ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. അമ്പലത്തിൽ ഈ ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല രസമാണ് അവിടെ നിന്ന് കഴിക്കാൻ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ കുറച്ച് രസം വാങ്ങാൻ പോയി. ചോറ് ഞാൻ എക്സ്ട്രാ വാങ്ങിയില്ല കേട്ടോ. ചോറ് എനിക്ക് ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് രസവും വാങ്ങി നേരെ ഇനി അടുത്ത സീറ്റ് ഒപ്പിക്കാനുള്ള പോക്കാണ്. അഥവാ നിങ്ങൾ കഴിക്കുമ്പോൾ രസത്തിന് കുറച്ച് ഉപ്പ് കുറവാണെങ്കിൽ ആ പച്ചടിയും അവിയലും അച്ചാറും ഒക്കെ ബാലൻസ് കാണത്തില്ലേ, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നേരെ പായസത്തിനൊക്കെ ഞാൻ കടന്നു കയറി ഗൈസ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി പായസമാണ്. നല്ല വിശന്നിരുന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല, എല്ലാത്തിനും നല്ല രുചിയായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ പാത്രം കഴുകാൻ പോയപ്പോൾ അച്ഛനും വേറെ എവിടെയോ ഇരുന്നത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ പാത്രം കഴുകാൻ പോയി. വലിയ വേസ്റ്റൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. രണ്ടാമത് ചോറ് വാങ്ങാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ നട്ട വെയിലത്ത് പാത്രമൊക്കെ കഴുകി ഞങ്ങൾ നേരെ ഇനിയിപ്പം വീട്ടിലോട്ട് പോകാൻ പോവാണ്. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വീട്ടിൽ പോകാമെന്ന് കരുതിയപ്പോഴാണ് ഇതാണ് പൊടി, എൻ്റെ ട്യൂഷൻ കൊച്ചാണ് കേട്ടോ. അവൻ അവിടെ ഇരുന്ന് ഞാവൽപ്പഴം തിന്നുന്നു. അങ്ങനെ കയ്യും കാലും പിടിച്ച് ഞാൻ 2 അവൻ്റെ നിന്ന് വാങ്ങി. വേണമെന്ന് വെച്ചാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടേ? അയ്യോ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇതിനൊക്കെ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ടും ചെല്ലുമ്പോൾ അടി കിട്ടുമെന്ന് പേടിച്ചാന്ന് അറിയത്തില്ല. കുറേ എനിക്ക് തന്നു. ഞാൻ അതിൽ നിന്ന് 2 അമ്മയ്ക്കും പിന്നെ നേരത്തെ നമ്മൾ പ്ലേറ്റ് കൊടുക്കാൻ നിന്ന പിള്ളേരില്ലേ തീർത്തൊക്കെ അവർക്കും കൊടുത്തു കേട്ടോ. ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ്. അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. അപ്പം എന്താ ഞങ്ങളുടെ ഗാഡി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ടാറ്റാ.